ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത് സുവോളജിയിലെ ഒരു ഹ്യൂമൻ ഫിസിയോളജി ചാപ്റ്റർ ആയിട്ടുള്ള ബ്രീത്തിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഓക്കെ, നമ്മൾ വളരെ കുറച്ച് സമയം കൊണ്ട് ഒന്ന് ക്വിക്കായിട്ട് റിവിഷൻ നടത്താൻ പോവാം. ഓക്കെ, എല്ലാ കാര്യങ്ങളും നിങ്ങളോടായിരിക്കും, പക്ഷേ കുറച്ച് സ്പീഡിലായിരിക്കും പറയാം. അപ്പോൾ നിങ്ങളിൻ്റെ കൂടെ വരിക. ഓക്കെ, ശ്രദ്ധിച്ചോളൂ. ഫസ്റ്റ് നമ്മൾ പറയുന്നത് റെസ്പിറേറ്ററി ഓർഗൻസ് ഇൻ ഡിഫറെൻറ്റ് ആനിമൽസ്. ഓക്കെ, നോക്കുക കേട്ടോ. സ്പോഞ്ചസ്, സിലിൻഡ്രേറ്റ്സ്, ഫ്ലാറ്റ്വർംസ്. ഓക്കെ, ഇവർക്ക് റെസ്പിറേഷൻ നടത്തുന്നത് എന്ത് വെച്ചിട്ടാണ്? സിമ്പിൾ ഡിഫ്യൂഷൻ വെച്ചിട്ടാണ്. ഓക്കെ, എന്നാൽ എർത്ത് വേംസ് റെസ്പിറേഷൻ നടത്തുന്നത് മോയിസ്റ്റ് ക്യൂട്ടിക്കിൾ വെച്ചിട്ടാണ്. ഇൻസെക്ട്സ് റെസ്പിറേഷൻ നടത്തുന്നത് ട്രക്കിയൽ സിസ്റ്റം വെച്ചിട്ടാണ്. ഓക്കെ, അക്വാട്ടിക് ആർത്രോപോഡ്സും മൊളുസ്കകളും ഫിഷസും റെസ്പിറേഷൻ നടത്തുന്നത് ഗിൽസ് വെച്ചിട്ടാണ്. എക്സാമ്പിൾ ചോദിക്കും, റെസ്പിറേഷൻ ബൈ ഗിൽസ് ഈസ് നോൺ ആസ് ഡാഷ്. നിങ്ങൾ എഴുതി വെക്കണം, റെസ്പിറേഷൻ ബൈ ഗിൽസ് ഈസ് നോൺ ആസ് ബ്രാങ്കിയൽ റെസ്പിറേഷൻ. ഓക്കെ, അതേപോലെ ഫ്രോഗ് റെസ്പിറേഷൻ നടത്തുക സ്കിൻ വെച്ചിട്ടാണ്. ആ റെസ്പിറേഷൻ ബൈ സ്കിന്നിന് എന്താ വിളിക്കാൻ ചോദിക്കും? ക്യൂട്ടേനിയസ് റെസ്പിറേഷൻ എന്നാണ് വിളിക്കുക. പറഞ്ഞു പഠിക്കും മക്കളെ, എന്താ വിളിക്കുക? ക്യൂട്ടേനിയസ് റെസ്പിറേഷൻ. ഹ്യൂമൻസ് റെസ്പിറേഷൻ നടത്തുക ലങ്സ് വെച്ചിട്ടാണ്. അതിനെ വിളിക്കുന്ന പേരാണ് മക്കളെ പൾമനറി റെസ്പിറേഷൻ. എന്താ വിളിക്കുക? പൾമനറി റെസ്പിറേഷൻ. ഓക്കെ, എന്താ നോക്കിക്കോ. അടുത്ത നമ്മൾ പറയുന്നത് ഹ്യൂമൻ റെസ്പിറേറ്ററി സിസ്റ്റം. അതിൻ്റെ പാർട്സ്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഭാഗങ്ങൾ ഏതൊക്കെയാണ്? ഫാരിങ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ കോമൺ പാസേജ് ഫോർ ഫുഡ് ആൻഡ് എയർ. ഫുഡിൻ്റെയും എയറിൻ്റെ ഒരു കോമൺ പാസേജ് ആണെന്ത്? ഫാരിങ്സ്. ഓക്കെ, അടുത്തത് ലാരിങ്സ് ആണ്. ലാരിങ്സ് ആണ് വോയിസ് ബോക്സ് അഥവാ സൗണ്ട് ബോക്സ് എന്നൊക്കെ പറയും. ഓക്കെ, വോയിസ് ബോക്സ് അല്ലെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന വേറെ പേരാണെന്ത്? സൗണ്ട് ബോക്സ്, സൗണ്ട് ഉണ്ടാക്കുന്ന ഭാഗം. ഓക്കെ, അടുത്തത് ഗ്ലോട്ടിസ് ഈസ് കവേർഡ് ബൈ. ഗ്ലോട്ടിസിനെ കവർ ചെയ്തിട്ട് എന്തുണ്ട്? എപ്പിഗ്ലോട്ടിസ് ഉണ്ട്. പറയും മക്കളെ, ഗ്ലോട്ടിസിനെ കവർ ചെയ്തിട്ട് എന്താ ഉള്ളത്? എപ്പിഗ്ലോട്ടിസ് ഉണ്ട്. ടു പ്രിവെൻറ്റ് ദ എൻട്രി ഓഫ് ഫുഡ്. ഓക്കെ, ഫുഡിൻ്റെ എൻട്രി പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്ലോട്ടിസിനെ കവർ ചെയ്തിട്ട് എന്തുണ്ട്? എപ്പിഗ്ലോട്ടിസ് ഉണ്ട്. അടുത്ത നമ്മൾ പറയുകയാണ് ലങ്സ് ഈസ് കവേർഡ് ബൈ എ ഡബിൾ മെംബ്രെയിൻ. ലങ്സിനെ കവർ ചെയ്തിട്ട് ഒരു ഡബിൾ ലെയർഡ് മെംബ്രെയിൻ ഉണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് മക്കളെ പ്ലൂറ. പറയാം മക്കളെ, എന്താ വിളിക്കുക? പ്ലൂറ. ഓക്കെ, നെക്സ്റ്റ് വൺ നമ്മൾ പറയുകയാണ് ഹ്യൂമൻ റെസ്പിറേറ്ററി സിസ്റ്റത്തിന് 2 പാർട്സ് ഉണ്ട്. ഓക്കെ, ഏതൊക്കെയാണ് 2 പാർട്സ്? ഒരു പാർട്ടിൻ്റെ പേരാണ് മക്കളെ കണ്ടക്റ്റിംഗ് പാർട്ട്. രണ്ടാമത്തെ പാർട്ടോ റെസ്പിറേറ്ററി പാർട്ട് ഓർ എക്സ്ചേഞ്ച് പാർട്ട്. ഓക്കെ, അപ്പോൾ ഹ്യൂമൻ റെസ്പിറേറ്ററി സിസ്റ്റത്തിന് 2 പാർട്സ് ഉണ്ട്. ഏതൊക്കെയാണ് 2 പാർട്സ്? ഒന്നാമത്തെ പാർട്ടാണ് മക്കളെ കണ്ടക്റ്റിംഗ് പാർട്ട്. രണ്ടാമത്തെ പാർട്ടോ റെസ്പിറേറ്ററി പാർട്ട് ഓർ എക്സ്ചേഞ്ച് പാർട്ട്. അതിൽ കണ്ടക്റ്റിംഗ് പാർട്ട് ഏത് മുതൽ ഏത് വരെയാണ്? എക്സ്റ്റേണൽ നോസ്ട്രിൽസ് മുതൽ ടെർമിനൽ ബ്രോങ്കിയോൾസ് വരെയാണ് എന്തുള്ളത്? കണ്ടക്റ്റിംഗ് പാർട്ട് ഉള്ളത്. എന്നാൽ റെസ്പിറേറ്ററി പാർട്ടോ ആൽവിയോളൈ ആൻഡ് ദെയർ ഡക്സ് ആണെന്ത്? റെസ്പിറേറ്ററി പാർട്ട്. ഓക്കെ, കണ്ടക്റ്റിംഗ് പാർട്ടിന് 4 ഫംഗ്ഷൻ എന്തൊക്കെയാണ്? ട്രാൻസ്പോർട്ട്സ് അറ്റ്മോസ്ഫിയറിക് എയർ ടു ആൽവിയോളൈ. അറ്റ്മോസ്ഫിയറിലുള്ള എയറിനെ ആൽവിയോളൈക്കിൽ ട്രാൻസ്പോർട്ട് ചെയ്യുക. അടുത്തതോ ക്ലിയേഴ്സ് എയർ ഫ്രം ഫോറിൻ പാർട്ടിക്കിൾസ്. എയറിനെ ഫോറിൻ പാർട്ടിക്കിൾസ് നിന്ന് ക്ലിയർ ചെയ്യുക. അടുത്തതോ ഹ്യൂമിഡിഫിക്കേഷൻ ഓഫ് എയർ. എയറിനെ ഹ്യൂമിഡിഫൈ ചെയ്യുക. അടുത്തതോ ബ്രിങ്സ് എയർ ടു ബോഡി ടെമ്പറേച്ചർ. ബോഡി ടെമ്പറേച്ചറിലേക്ക് എയറിനെ കൊണ്ടുവരിക. അടുത്തത് ആൽവിയോളൈ ആൻഡ് ദെയർ ഡക്സ്. അവരുടെ ഫംഗ്ഷൻ എന്താ? ഇറ്റ് ഈസ് ദ ആക്ച്വൽ സൈറ്റ് ഓഫ് ഡിഫ്യൂഷൻ ഓഫ് O2 ആൻഡ് CO2. O2 CO2 ആക്ച്വലി ഡിഫ്യൂഷൻ നടക്കുന്നത് എവിടെ വെച്ചിട്ടാണ്? ആൽവിയോളൈ ആൻഡ് ദെയർ ഡക്സിൽ വെച്ചിട്ടാണ്. എന്നിട്ട് നമ്മൾ പറയുകയാണ് ഇൻസ്പിരേഷനും എക്സ്പിരേഷനും തമ്മിലുള്ള വ്യത്യാസം. ഇത് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. ഓക്കെ, എന്താണ് ഇൻസ്പിരേഷൻ, എന്താണ് എക്സ്പിരേഷൻ എന്നുള്ളത് നോക്കിക്കോളൂ. ഇൻസ്പിരേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ പ്രോസസ് ബൈ വിച്ച് അറ്റ്മോസ്ഫിയറിക് എയർ ഈസ് ഡ്രോൺ ഇൻ. അറ്റ്മോസ്ഫിയറിലുള്ള എയറിനെ ഉള്ളിലേക്ക് എടുക്കണമെന്നത് ഇൻസ്പിരേഷൻ. എന്നാൽ ആൽവിയോളാർ എയർ ഈസ് റിലീസ്ഡ് ഔട്ട് ആണെന്ത്? എക്സ്പിരേഷൻ. ഇത് 3 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇത് ടേക്സ് പ്ലേസ് വെൻ എ നെഗറ്റീവ് പ്രഷർ ഈസ് പ്രസൻറ്റ് ഇൻ ലങ്സ്. ലങ്സിൻ്റെ ഉള്ളിൽ ഒരു നെഗറ്റീവ് പ്രഷർ ഉണ്ടെങ്കിലാണ് ഇൻസ്പിരേഷൻ നടക്കുക. എന്നാൽ ഇത് ടേക്സ് പ്ലേസ് വെൻ എ പോസിറ്റീവ് പ്രഷർ ഈസ് പ്രസൻറ്റ് ഇൻ ലങ്സ്. എക്സ്പിരേഷൻ നടക്കുക ലങ്സിൻ്റെ ഉള്ളിൽ ഒരു പോസിറ്റീവ് പ്രഷർ ഉണ്ടാകുമ്പോഴാണ്. എന്നാൽ നോക്കൂ എങ്ങനെ അതിൻ്റെ സ്റ്റെപ്സ്. ഫസ്റ്റ് സ്റ്റെപ്പ് പറയുന്നത് ഇൻസ്പിരേഷൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് കൺട്രാക്ഷൻ ഓഫ് ഡയഫ്രം ആൻഡ് എക്സ്റ്റേണൽ ഇൻ്റർകോസ്റ്റൽ മസിൽസ്. ഡയഫ്രൽ മസിൽസും എക്സ്റ്റേണൽ ഇൻ്റർകോസ്റ്റൽ മസിൽസും ചുരുങ്ങുന്നു, താഴേക്ക് ചുരുങ്ങും. അപ്പോൾ തൊറാസിക് വോളിയം കൂടും. തൊറാസിക് വോളിയം കൂടിയ ലങ് വോളിയം കൂടും. ലങ് വോളിയം കൂടിയ പ്രഷർ കുറയും. ഇൻട്രാ പൾമനറി പ്രഷർ കുറയും. അപ്പോൾ എയർ എന്ത് ചെയ്യും? ലങ്സിൻ്റെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്യും. എന്നാൽ അപ്പുറത്തോ റിലാക്സേഷൻ ഓഫ് ഡയഫ്രം ആൻഡ് എക്സ്റ്റേണൽ ഇൻ്റർകോസ്റ്റൽ മസിൽസ്. അങ്ങനെ റിലാക്സ് ചെയ്ത് കഴിഞ്ഞാൽ തൊറാസിക് വോളിയം കുറയും. തൊറാസിക് വോളിയം കുറഞ്ഞാൽ ലങ് വോളിയം എന്ത് ചെയ്യും? കുറയും. അങ്ങനെ കുറഞ്ഞാൽ ഇൻട്രാ പൾമനറി പ്രഷർ എന്ത് ചെയ്യും? കൂടും. അങ്ങനെ കൂടുമ്പോൾ എന്ത് സംഭവിക്കും? എയർ ഈസ് റിലീസ്ഡ് ഔട്ട്. ഓക്കെ, ഇതാണ് ഇൻസ്പിരേഷനും എക്സ്പിരേഷനും തമ്മിലുള്ള വ്യത്യാസം. അടുത്ത നമ്മൾ പറയുകയാണ് ആവറേജ് ഒരു മനുഷ്യൻ ഒരു മിനിറ്റിൽ 12 to 16 ടൈംസ് എന്ത് ചെയ്യും? ബ്രീത്ത് ചെയ്യും. ഓക്കെ, ബ്രീത്തിങ് മൂവ്മെൻറ്റ്സിൽ ഇൻവോൾവ് ആയിട്ടുള്ള വോളിയം ഓഫ് എയർ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു മെഷീൻ്റെ പേരാണ് മക്കളെ സ്പൈറോമീറ്റർ. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിക്കും. ഓക്കെ, അടുത്ത നമ്മൾ പറയുന്നത് റെസ്പിറേറ്ററി വോളിയംസാണ്. 4 വോളിയംസും 5 കപ്പാസിറ്റീസും പഠിക്കാനുണ്ട്. ഒന്നാമത്തെ വോളിയമാണ് മക്കളെ ടൈഡൽ വോളിയം, TV. എന്താ TV എന്ന് പറഞ്ഞാൽ? വോളിയം ഓഫ് എയർ ഇൻസ്പയർഡ് ഓർ എക്സ്പയർഡ് ഡ്യൂറിങ് എ നോർമൽ റെസ്പിറേഷൻ. പഠിച്ചു വെക്കണം കേട്ടോ, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് റെസ്പിറേറ്ററി വോളിയംസ്. ഓക്കെ, TV 500 ml ആണ്. ഒരു പ്രാവശ്യം 500 ml ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു മിനിറ്റിൽ എത്രയാണ്? 6000 to 8000 ആണ്. ഓക്കെ, രണ്ടാമത്താണ് മക്കളെ ഇൻസ്പിരേറ്ററി റിസർവ് വോളിയം അഥവാ IRV.
ഓക്കെ, എന്താ IRV? അഡീഷണൽ വോളിയം ഓഫ് എയർ എ പേഴ്സൺ ക്യാൻ ഇൻസ്പയർ ബൈ എ ഫോസിബിൾ ഇൻസ്പിറേഷൻ. ഒരു ഫോസിബിൾ ഇൻസ്പിറേഷൻ നടത്തിയ ഒരാൾക്ക് എടുക്കാൻ പറ്റുന്ന അഡീഷണൽ വോളിയം ഓഫ് എയർ ആണ് IRV. IRV is equal to 2500 to 3000. അടുത്തത് എക്സ്പിറേറ്ററി റിസർവ് വോളിയം ERV. എന്താ ERV? അഡീഷണൽ വോളിയം ഓഫ് എയർ എ പേഴ്സൺ ക്യാൻ എക്സ്പയർ ബൈ എ ഫോസിബിൾ എക്സ്പിറേഷൻ. ഓക്കെ, അതെങ്ങനെ നമ്മൾ കാണാം? ERV is equal to 1000 to 1100. ഓക്കെ, അടുത്തത് റെസിഡ്വൽ വോളിയാണ് RV. എന്താ റെസിഡ്വൽ വോളിയം? വോളിയം ഓഫ് എയർ റിമൈനിങ് ഇൻ ദ ലങ്സ് ഈവൻ ആഫ്റ്റർ എ ഫോസിബിൾ എക്സ്പിറേഷൻ. അതെങ്ങനെ കാണാം? RV is equal to 1100 to 1200. ഓക്കെ, അടുത്തത് ലങ് കപ്പാസിറ്റീസ് ആണ്. ഇതും എക്സാമിന് ഇങ്ങനെ തന്നെ ചോദിക്കുന്നതാണ്. ഈ ഭാഗത്ത് നിന്ന് ഈ ചാപ്റ്ററിൽ നിന്ന് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും കേട്ടോ. നിർബന്ധമായിട്ടും നിങ്ങൾ പഠിച്ചു വെക്കണം. ഓക്കെ, ഒന്നാമത്തെ ലങ് കപ്പാസിറ്റി ആണ് മക്കളെ ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി IC. എന്താ IC? ടോട്ടൽ വോളിയം ഓഫ് എയർ എ പേഴ്സൺ ക്യാൻ ഇൻസ്പയർ ആഫ്റ്റർ എ നോർമൽ എക്സ്പിറേഷൻ. ഒരു നോർമൽ എക്സ്പിറേഷന് ശേഷം ഒരാൾക്ക് മൊത്തമായിട്ട് എടുക്കാൻ പറ്റുന്നത്. ഓക്കെ, എന്ന് പറഞ്ഞാൽ IC is equal to TV plus IRV ആണ്. ഇക്വേഷൻ പഠിച്ചു വെക്കണം. ഓക്കെ, അടുത്തതോ എക്സ്പിറേറ്ററി കപ്പാസിറ്റി ഈസിയാണ്. ഓക്കെ, അത് ഇതിന് നേരെ ഓപ്പോസിറ്റാണ്. ടോട്ടൽ വോളിയം ഓഫ് എയർ എ പേഴ്സൺ ക്യാൻ എക്സ്പയർ ആഫ്റ്റർ എ നോർമൽ ഇൻസ്പിറേഷൻ. ഓക്കെ, അത് എത്ര വരിക? EC is equal to TV plus ERV. ഓക്കെ, അടുത്തത് ഫങ്ഷണൽ റെസിഡ്വൽ കപ്പാസിറ്റി FRC. എന്താ FRC എന്ന് പറഞ്ഞാൽ? വോളിയം ഓഫ് എയർ റിമൈനിങ് ഇൻ ദ ലങ്സ് ആഫ്റ്റർ എ നോർമൽ എക്സ്പിറേഷൻ. ഒരു നോർമൽ എക്സ്പിറേഷൻ നടത്തിയ ലങ്സിൻ്റെ ഉള്ളിൽ ബാക്കിയുള്ളത്. FRC is equal to ERV plus RV. അടുത്തത് വൈറ്റൽ കപ്പാസിറ്റി VC. എന്താ വൈറ്റൽ കപ്പാസിറ്റി? മാക്സിമം വോളിയം ഓഫ് എയർ എ പേഴ്സൺ ക്യാൻ ബ്രീത്ത് ഇൻ ആഫ്റ്റർ എ ഫോഴ്സ്ഡ് എക്സ്പിറേഷൻ. ഓക്കെ, അതിൻ്റെ ഇക്വേഷൻ എന്താ? VC is equal to IRV plus TV plus ERV. അടുത്തത് ലാസ്റ്റ് ഉണ്ടോ? ടോട്ടൽ ലങ് കപ്പാസിറ്റി അഥവാ TLC. എന്താ TLC എന്ന് പറഞ്ഞാൽ? ടോട്ടൽ വോളിയം ഓഫ് എയർ അക്കമഡേറ്റഡ് ഇൻ ദ ലങ്സ് അറ്റ് ദ എൻഡ് ഓഫ് എ ഫോഴ്സ്ഡ് ഇൻസ്പിറേഷൻ. ഒരു ഫോഴ്സ്ഡ് ഇൻസ്പിറേഷൻ്റെ അവസാനം ലങ്സിൻ്റെ ഉള്ളിൽ അക്കമഡേറ്റഡ് ആയിട്ടുള്ളത്. TLC is equal to IRV plus TV plus ERV plus RV. അഥവാ നമുക്ക് അതിനെ വൈറ്റൽ കപ്പാസിറ്റി പ്ലസ് റെസിഡ്വൽ വോളിയം എന്നും പറയാം. ഓക്കെ, അടുത്തതോ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് ആണ് അടുത്ത ടോപ്പിക്. ആൽവിയോളൈ ആർ ദ പ്രൈമറി സൈറ്റ് ഓഫ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ്. മെയിൻ ആയിട്ട് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് നടക്കുക ആൽവിയോളയിലാണ്. ഓക്കെ, എന്നിട്ട് നമ്മൾ പറയുകയാണ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ. റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ അഫക്റ്റ് ചെയ്യുന്ന 3 ഫാക്ടേഴ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് പാർഷ്യൽ പ്രഷർ ഓഫ് ഗ്യാസസാണ്. അത് റേറ്റ് ഓഫ് ഡിഫ്യൂഷനോട് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷനലാണ്. രണ്ടാമത്തത് സൊല്യൂബിലിറ്റി ഓഫ് ഗ്യാസസ് ആണ്. അതും ഡയറക്റ്റ്ലി പ്രൊപ്പോർഷനലാണ്. മൂന്നാമത്തത് തിക്നെസ് ഓഫ് ഡിഫ്യൂഷൻ മെംബ്രെയിൻ ആണ്. അത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഓക്കെ, അപ്പോൾ അത് പഠിച്ചു വെക്കണം. 3 ഫാക്ടേഴ്സാണ് അഫക്റ്റ് ചെയ്യുന്നത്. അടുത്ത നമ്മൾ പറയാം ട്രാൻസ്പോർട്ട് ഓഫ് ഓക്സിജൻ. ഓക്സിജനെ ട്രാൻസ്പോർട്ട് ചെയ്യുക 97% ഓക്സിജനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന RBC ആണ്. ബാക്കി 3% ഓക്സിജനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് ആസ് എ ഡിസോൾവ്ഡ് സ്റ്റേറ്റ് ത്രൂ പ്ലാസ്മ. പിന്നെ നമ്മൾ പറയാം ഹീമോഗ്ലോബിനും ഓക്സിജനും കൂടി ചേർന്ന HbO2 ഉണ്ടാവും, അഥവാ ഓക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാവും. പരമക്കൾ എന്തുണ്ടാവുക? ഓക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാവും. പിന്നെ നമ്മൾ പറയുകയാണ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ട്രാൻസ്പോർട്ട് ഓഫ് ഓക്സിജൻ. ട്രാൻസ്പോർട്ട് ഓഫ് ഓക്സിജൻ അഫക്റ്റ് ചെയ്യുന്ന 4 ഫാക്ടേഴ്സ് ഉണ്ട്. ഏതൊക്കെ 4 ഫാക്ടേഴ്സ്? PO2 ഉണ്ട്, PCO2 ഉണ്ട്. P എന്ന് പറഞ്ഞാൽ പാർഷ്യൽ പ്രഷർ കേട്ടോ. PO2, PCO2, H+ കോൺസെൻട്രേഷൻ, ടെമ്പറേച്ചർ. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അതേപോലെ നിങ്ങൾ പഠിച്ചു വെക്കേണ്ട മെയിൻ ആയിട്ടുള്ളൊരു സാധനമാണിത്. ഓക്കെ, ആൽവിയോളയിൽ വെച്ചിട്ട് ഓക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാവും. അതിനെ അഫക്റ്റ് ചെയ്യുന്ന 4 ഫാക്ടേഴ്സ് ഇതൊക്കെയാണ്. നിങ്ങൾ ഇങ്ങനെ പഠിച്ചാൽ മതി. ഈ 4 ആൾക്കാരിൽ ഇയാളൊരു ടീമാണ്, ഈ ബാക്കി 3 ആൾക്കാരും രണ്ടാമത്തെ ടീമാണ്. ഇത് ഹൈ ആണെങ്കിൽ ഇത് 3 ലോ ആയിരിക്കും, ഇത് ലോ ആണെങ്കിൽ ഇത് 3 ഹൈ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഒന്ന് മാത്രം പഠിച്ചു വെച്ചാൽ മതി. ആൽവിയോളയിൽ ഓക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഹൈ PO2, അങ്ങനെയാണെങ്കിൽ ലോ PCO2, ലോ H+ കോൺസെൻട്രേഷൻ, ലോ ടെമ്പറേച്ചർ. അതല്ല ടിഷ്യൂസിൽ ഓക്സി ഹീമോഗ്ലോബിൻ ഡിസോസിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലോ PO2, അങ്ങനെയാണെങ്കിൽ ഹൈ PCO2, ഹൈ H+ കോൺസെൻട്രേഷൻ, ഹൈ ടെമ്പറേച്ചർ. അങ്ങനെ പഠിക്കാം. ഓക്കെ അല്ലേ? അടുത്ത നോക്കൂ. അടുത്ത നമ്മൾ പറയുകയാണ് ഈ ഗ്രാഫ് തന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കും. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഗ്രാഫിൻ്റെ X ആക്സിസിൽ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ, Y ആക്സിസിൽ പെർസെൻറ്റേജ് സാച്ചുറേഷൻ ഓഫ് ഹീമോഗ്ലോബിൻ വിത്ത് ഓക്സിജൻ. ഈ ഗ്രാഫ് തന്നിട്ട് ചോദിക്കും എന്താ ഈ ഗ്രാഫിൻ്റെ പേരെന്ന് ചോദിക്കും. അപ്പോൾ നിങ്ങൾ പറയണം ഓക്സിജൻ ഡിസോസിയേഷൻ കർവ് ആണ് ഗ്രാഫിൻ്റെ പേര്. ഈ ഗ്രാഫിൻ്റെ യൂസ് എന്താ, അല്ലെങ്കിൽ സിഗ്നിഫിക്കൻസ് എന്താ, ഇമ്പോർട്ടൻസ് എന്താ, അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുക. അങ്ങനെ നിങ്ങൾ പറയും ടു സ്റ്റഡി ദ എഫക്റ്റ് ഓഫ് ഫാക്ടേഴ്സ് ലൈക്ക് PCO2, H+ കോൺസെൻട്രേഷൻ എക്സെട്ര ഓൺ ബൈൻഡിങ് ഓഫ് ഓക്സിജൻ വിത്ത് ഹീമോഗ്ലോബിൻ. ഓക്കെ, ഹീമോഗ്ലോബിൻ ഓക്സിജൻ ബൈൻഡ് ചെയ്യുമ്പോൾ ഇത്തരം ഫാക്ടേഴ്സിനെ കുറിച്ച് പഠിക്കുക. എന്നിട്ട് നമ്മൾ പഠിക്കണം 100 ml ഓഫ് ഓക്സിജനേറ്റഡ് ബ്ലഡ് ആൽവിയോ ടിഷ്യൂസിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അതിൽ 5 ml ഓഫ് എന്തുണ്ടാവും? ഓക്സിജൻ ഉണ്ടാവും. ഓക്കെ അല്ലേ? ഓക്കെ, പഠിച്ചു വെക്കണം കേട്ടോ. അടുത്തത് ട്രാൻസ്പോർട്ട് ഓഫ് CO2 ആണ്. 70% CO2 ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുക ബൈകാർബണേറ്റ് രൂപത്തിലാണ്. 20 to 25 ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുക RBC രൂപത്തിലാണ്. 7% ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുക ആസ് എ ഡിസോൾവ്ഡ് സ്റ്റേറ്റ് ത്രൂ പ്ലാസ്മ. ഓക്കെ അല്ലേ? പിന്നെ അതാ ഈ ഒരു ഇക്വേഷൻ കണ്ടോ നിങ്ങൾ, കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും കൂടി ചേർന്ന് H2CO3 ഉണ്ടാവും, അത് H++ HCO3- ഉണ്ടാവും. അതാണ് ബൈകാർബണേറ്റ് ആയോ. ഈ റിയാക്ഷൻ തന്നാട് ചോദിക്കും ഇവിടെ നമ്മളെ സഹായിക്കുന്ന എൻസൈം ഏതാണെന്ന് ചോദിക്കും. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. എൻസൈമിൻ്റെ പേരാണ് മക്കളെ കാർബോണിക് അൺഹൈഡ്രേസ്. പറയാം മക്കളെ എന്താ എൻസൈമിൻ്റെ പേര്?
കാർബോണിക് അൺഹൈഡ്രേസ്. ഓക്കെ, പിന്നെ ഞങ്ങൾ നോക്കൂ, ഹീമോഗ്ലോബിനും കാർബൺ ഡൈ ഓക്സൈഡും കൂടി ചേർന്ന കാർബോക്സി ഹീമോഗ്ലോബിൻ അല്ല ഉണ്ടാവുക, എന്തുണ്ടാവുക, കാർബമിനോ ഹീമോഗ്ലോബിൻ ആണ് കേട്ടോ ഉണ്ടാവുക, എന്തുണ്ടാവുക, കാർബമിനോ ഹീമോഗ്ലോബിൻ. ഓക്കെ, പിന്നെ നോക്കൂ, 100 ml ഡിയോക്സിജനേറ്റഡ് ബ്ലഡ് ടിഷ്യൂസിൽ നിന്ന് ആൽവിയോളയിൽ എത്തിക്കഴിഞ്ഞാൽ അതിൽ എത്ര ml കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവും, 4 ml കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവുക. ആ വാല്യൂ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയണത് റെഗുലേഷൻ ഓഫ് റെസ്പിറേഷൻ റെഗുലേറ്റ് ചെയ്യാൻ നമ്മളെ ബ്രെയിനിൽ 3 സെൻറ്റേഴ്സ് ഉണ്ട്. ഓക്കെ, ഒന്നാമത്തെ സെൻറ്ററിൻ്റെ പേരാണ് മക്കളെ റെസ്പിറേറ്ററി റിതം സെൻറ്റർ. ഓക്കെ, ഇതാണ് മെയിൻ സെൻറ്റർ. ഇത് കാണപ്പെടുക മെഡുല്ല റീജിയനിലാണ്. പറയാം മക്കളെ, റെസ്പിറേറ്ററി റിതം സെൻറ്റർ എവിടെ കാണപ്പെടുക, മെഡുല്ല റീജിയനിലാണ് കാണപ്പെടുക കേട്ടോ. രണ്ടാമത്താണ് മക്കളെ ന്യൂമോടാക്സിക് സെൻറ്റർ. രണ്ടാമത്തെ എന്താ, ന്യൂമോടാക്സിക് സെൻറ്റർ. അത് കാണപ്പെടുക പോൺസ് റീജിയനിലാണ്. ഏത് റീജിയനിലാണ് കാണപ്പെടുക, പോൺസ് റീജിയനിൽ. ഇറ്റ് ക്യാൻ റെഡ്യൂസ് ദ ഡ്യൂറേഷൻ ഓഫ് ഇൻസ്പിറേഷൻ ആൻഡ് ചേഞ്ച് ദ റെസ്പിറേറ്ററി റേറ്റ്. ഓക്കെ, ഇൻസ്പിറേഷൻ്റെ ഡ്യൂറേഷൻ കുറച്ചിട്ട് റെസ്പിറേറ്ററി റേറ്റ് എന്ത് ചെയ്യാൻ പറ്റും, ചേഞ്ച് ചെയ്യാൻ പറ്റും. മൂന്നാമത്തത് കീമോ സെൻസിറ്റീവ് ഏരിയയാണ്. ഓക്കെ, ഇറ്റ് ഈസ് അഡ്ജസൻറ്റ് ടു RRC. റെസ്പിറേറ്ററി റിതം സെൻറ്ററിനോട് തൊട്ടടുത്താണ് കീമോ സെൻസിറ്റീവ് ഏരിയ ഉള്ളത്. ഓക്കെ, അത് H+ൻ്റെയും അതേപോലെ CO2 ഒക്കെ കൂടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് എന്ത് ചെയ്യും, സെൻസ് ചെയ്യും. കീമോ സെൻസിറ്റീവ് എന്ന് പറഞ്ഞാൽ കെമിക്കൽസിന് എന്ത് ചെയ്യാൻ പറ്റും, സെൻസ് ചെയ്യാൻ പറ്റും. ഏതൊക്കെയാണ് കെമിക്കൽസ്, H+ഉം CO2. പിന്നെ നമ്മൾ പറയുകയാണ് റോൾ ഓഫ് ഓക്സിജൻ ഇൻ റെഗുലേഷൻ ഈസ് ഇൻസിഗ്നിഫിക്കൻറ്റ്. ഓക്സിജന് പ്രത്യേകിച്ച് റോളൊന്നുമില്ല റെഗുലേഷൻ ഓഫ് റെസ്പിറേഷനിൽ. മെയിൻ റോൾ വരുന്നത് കാർബൺ ഡൈ ഓക്സൈഡിനാണ്. ഓക്കെ, അടുത്തത് ലാസ്റ്റ് നമ്മൾ പറയുകയാണ് ഈ പറയുന്ന റെസ്പിറേറ്ററി സിസ്റ്റവുമായി ബന്ധപ്പെട്ട ഡിസോർഡേഴ്സ്. 3 ഡിസോർഡേഴ്സാണ്. ഒന്നാമത്തെ ഡിസോർഡർ ആസ്മയാണ്. ഓക്കെ, എന്താ ആസ്മ, ഇറ്റ് കോസസ് ഡ്യൂ ടു വീസിങ് ഡ്യൂ ടു ഇൻഫ്ലമേഷൻ ഓഫ് ബ്രോങ്കൈ ആൻഡ് ബ്രോങ്കിയോൾസ്. വീസിങ് എന്ന് പറഞ്ഞാൽ വലിവ് ഉണ്ടാവുക. എന്തുകൊണ്ട്, ഇൻഫ്ലമേഷൻ ഓഫ് ബ്രോങ്കൈ ആൻഡ് ബ്രോങ്കിയോൾസ്. ബ്രോങ്കയും ബ്രോങ്കിയോൾസിലും നീർക്കെട്ട് വരിക. രണ്ടാമത്താണ് മക്കളെ എംഫീസിമ. എംഫീസിമയിൽ ആൽവിയോളാർ വാൾസ് എന്തായി പോകും, ഡാമേജ് ആയി പോകും. റെസ്പിറേറ്ററി സർഫസ് ഒക്കെ ഡിക്രീസ് ചെയ്യും. ഓക്കെ, എംഫീസിമ ഉണ്ടാവുള്ള കോസ് എന്താ, ഓക്കെ, അത് ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ്, സിഗരറ്റ് സ്മോക്കിംഗ് കാരണമാണ്. ഓക്കെ അല്ലേ. മൂന്നാമത്താണ് മക്കളെ ഒക്യുപ്പേഷണൽ റെസ്പിറേറ്ററി ഡിസോർഡർ. ചില ആൾക്കാരുടെ ഒക്യുപ്പേഷൻസ് കാരണം ഈ ഗ്രൈൻഡിങ് ഇൻഡസ്ട്രിയിലൊക്കെ എന്താ പറയുക, അത്തരം സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആൾക്കാർ, അത്തരം ഒക്യുപ്പേഷൻസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് കൂടുതലായിട്ട് എന്ത് വരാനുള്ള സാധ്യത ഉണ്ട്, ലോങ് എക്സ്പോഷർ, കുറേ കാലം പൊടിയുമായിട്ടൊക്കെ എക്സ്പോഷർ വരുന്ന സമയത്ത് ഉണ്ടാകുന്ന അസുഖമാണെന്ത്, ഒക്യുപ്പേഷണൽ റെസ്പിറേറ്ററി ഡിസോർഡർ. ഓൾ ഇമ്മ്യൂണിറ്റി ഒക്കെ വീക്കായി പോകും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒന്ന് ക്രിസ്പായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ബ്രീത്തിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ഒരു 3 to 4 മാർക്കിന് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു ചാപ്റ്ററാണ്. അപ്പോൾ ആ ഒരു ഇമ്പോർട്ടൻസോട് കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ചാപ്റ്റർ വളരെ വൃത്തിക്ക് എന്ത് ചെയ്യുക, പഠിക്കുക. താങ്ക് യു.